അസുഖം മൂലം ആശുപത്രിയിൽ പോയിട്ടുള്ളവർക്കറിയാം, കുത്തിവയ്പ് എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കുത്തിവയ്പ് ആശുപത്രി അധികൃതർ രോഗിയുടെ ശരീരത്തിൽ നടത്തും. രോഗിക്ക് അലർജിയോ അതുപോലുള്ള മറ്റെന്തെങ്കിലും വിഷയമോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു കുത്തിവയ്പ്. ആ കുത്തിവയ്പ് എടുത്തിട്ടും രോഗിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അതിനുശേഷമായിരിക്കും യഥാർത്ഥ കുത്തിവയ്പ് എടുക്കുക. അത്തരത്തിലുള്ള ഒരു അലർജി കുത്തിവയ്പ്പാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലൂടെ മറ്റത്തൂർ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കോൺഗ്രസ് അംഗങ്ങളും BJPക്ക് പിന്തുണ കൊടുത്ത വാർത്ത വായിച്ച് നിങ്ങൾ ഞെട്ടിയോ? എന്നാൽ ഞെട്ടണ്ട, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അലർജി കുത്തിവയ്പ്പായിരുന്നു അത്. എന്തുകൊണ്ടിങ്ങനെ പറയുന്നു എന്നല്ലേ? നോക്കൂ, KC വേണുഗോപാൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയ ശേഷം നോർത്ത് ഇന്ത്യയിൽ സർവ്വസാധാരണമായ ഒരു സംഭവമായിരുന്നു ജയിക്കുന്ന കോൺഗ്രസ് MLA-മാരുൾപ്പെടെ അടപടലം BJPയിൽ ചെന്ന് സർക്കാർ ഉണ്ടാക്കുന്ന അവസ്ഥ. മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതേ രീതി കേരളത്തിലൊരു പഞ്ചായത്തിൽ നടപ്പിലാക്കി നോക്കിയതാണ് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്. എന്തിനെന്നോ, കോൺഗ്രസ് MLA-മാർ BJPയിലേക്ക് പോയാൽ കേരളത്തിലെ കോൺഗ്രസിലോ UDFിലോ അതെന്തെങ്കിലും ചലനമുണ്ടാക്കുമോ എന്നറിയാനുള്ള കുത്തിവയ്പ്. എന്തായാലും കുത്തിവയ്പ് വളരെ വലിയ വിജയമായിരുന്നു. കോൺഗ്രസിൽ ഒരു നേതാവ് പോലും ഈ ഓപ്പറേഷനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് ഈ വാർത്ത അറിഞ്ഞിട്ട് പോലുമില്ല. കത്തനാലച്ചന്മാർ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒന്നും മിണ്ടുന്നില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മറ്റത്തൂർ മോഡൽ കേരളം മുഴുവൻ പടരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJP മുദ്രാവാക്യം BJP നടപ്പാക്കത്തില്ല, പക്ഷേ കോൺഗ്രസ് നടപ്പാക്കും. എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിലെ കോൺഗ്രസിലെ പാർലമെന്ററി പാർട്ടിക്ക് ഉണ്ടായത് എന്നുള്ളതിനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അരുണാചൽ പ്രദേശിൽ നമ്മൾ 2016 കണ്ടതാണ്. 43 പേരുമെന്ന ഭരണപക്ഷത്തുള്ളവർ അന്ന് 11 സീറ്റ് മാത്രം കിട്ടി BJPക്കൊപ്പം ഇറങ്ങിപ്പോകുന്നത് കണ്ട കാഴ്ചയാണ്. ഗോവയിൽ എങ്ങനെയാണ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ മുഴുവൻ അംഗങ്ങളും BJPയിലേക്ക് ലയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാതെ പുതുച്ചേരിയിൽ എങ്ങനെയാണ് BJP കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നതെന്ന് കണ്ടതാണ്. അസമിൽ ഇന്നിപ്പോൾ അവിടുത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലും എങ്ങനെയാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഓരോരോ ഉദാഹരണങ്ങളുണ്ട്. കർണാടകയിൽ കുമാരസ്വാമിയെ പിളർത്തിക്കൊണ്ട് എങ്ങനെയാണ് BJP അധികാരം പിടിച്ചെടുക്കുന്നത്, ആരെയാണ് ആദ്യം ചാക്കിട്ട് പിടിക്കാൻ വരുന്നത് നമ്മൾ കണ്ടതാണ്. മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് അവിടെ NCPയിലേക്ക് BJP വേരുകൾ ആഴ്ത്തുന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ രാജ്യമൊട്ടാകെ ഓപ്പറേഷൻ ലോട്ടസ് എന്ന ഓമന പേരിൽ കുതിരക്കച്ചവടത്തിന്റെയും കൂറുമാറ്റത്തിന്റെയും രാഷ്ട്രീയ തിരക്കഥിരിക്കുന്ന BJPക്ക് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഇടം കൊടുത്തിരുന്നില്ല. നമ്മൾ പോയതൊരു അനൂപ് ആന്റണി ആയിരുന്നു. അച്ഛന്റെ പേര് AK ആന്റണി എന്നാണ്. മറ്റൊരാൾ പത്മജ വേണുഗോപാലാണ്. അച്ഛന്റെ പേര് K കരുണാകരൻ എന്നാണ്. മറ്റൊന്ന് ടോം വടക്കനാണ്. മറ്റൊന്ന് AP അബ്ദുള്ള കുട്ടിയാണ്. ഇവരൊക്കെ പോകുന്ന ഫോൾഡ് ഏതാണ്? ഏത് ക്യാമ്പിൽ നിന്നാണ് പോകുന്നത്? ആരുടെ സ്പോക്ക് പേഴ്സൺ ആയിരുന്നു ടോം വടക്കൻ? ആരുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനർ ആയിരുന്നു അനൂപ് ആന്റണി? ക്ഷമിക്കണം, അനിൽ ആന്റണി. അപ്പോ നോക്കൂ, ഇത് വളരെ എളുപ്പം കോൺഗ്രസിൽ നിന്ന് കൈപ്പത്തിയിൽ നിന്ന് താമരയിലേക്കുള്ള ദൂരം വളരെ കുറവാണ് എന്നത് മനസ്സിലാക്കിയിട്ടാണോ ഇത് സംഭവിക്കുന്നത്? ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ കടന്നുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരുടെ ഒന്നും പേരുകൾ പറഞ്ഞാൽ ഈ രാത്രി കൊണ്ട് അവസാനിക്കില്ല. 18 വർഷത്തെ രാഷ്ട്രീയ ബന്ധം അവസാനിപ്പിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പോകാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ജ്യോതിരാദിത്യ സിന്ധ്യ പോകുമ്പോൾ അന്ന് കമൽനാഥ് സർക്കാരിനെ മറിച്ചിടാൻ വേണ്ടി 10-20 MLA-മാരും കൂടിയിട്ടാണ് ഈ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കൊപ്പം പോകുന്നത്. അമരീന്ദർ സിംഗ് നോക്കൂ, കോൺഗ്രസിന്റെ പഞ്ചാബിലെ മുഖമായിരുന്നില്ലേ ക്യാപ്റ്റൻ എന്ന പേരുള്ള അമരീന്ദർ സിംഗ്? എങ്ങനെയാണ് നേരം വെളുക്കുമ്പോഴേക്കും BJP പാളയത്തിലേക്ക് അമരീന്ദർ സിംഗ് എത്തുന്നത്? എങ്ങനെയാണ് RP സിംഗ് എത്തുന്നത്? എങ്ങനെയാണ് ജിതേന്ദ്ര പ്രസാദ് എത്തുന്നത്? എങ്ങനെയാണ് ജഗദീഷ് ഷട്ടാർ കോൺഗ്രസിലേക്ക് മടങ്ങി വന്ന് അതേ വേഗത്തിൽ BJPയിലേക്ക് തിരിച്ചുപോക്ക് നടത്തുന്നത്? ഇത്ര എളുപ്പം നിങ്ങൾക്ക് വേഷം മാറാൻ കഴിയുന്ന ഒന്നാണോ BJP എന്നുള്ളതാണ് ചോദ്യം. പണ്ട് നമ്മൾ പറയും ഹിന്ദു മഹാസഭയിലും കോൺഗ്രസിലും ഒരേപോലെ അംഗത്വമെടുത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അതിന് പാർട്ടിക്ക് തടസ്സമുണ്ടാവാതിരുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഒരു പഞ്ചായത്തിലെ ലെജിസ്ലേറ്റീവ് പാർട്ടി അപ്പാടെ പോവുകയാണെന്നേ. അത് ആരുടെ പിന്തുണയോടുകൂടിയാണ് പോകുന്നത്? ചെറിയ നേതാവിന്റെ പിന്തുണയാണോ? DCCയുടെ ജനറൽ സെക്രട്ടറിയായ TM ചന്ദ്രന്റെ ഒപ്പം തന്നെ മണ്ഡലത്തിന്റെ പ്രസിഡന്റായ ഷാഫി കല്ലൂപ്പറമ്പന്റെ ഇവരുടെ പിന്തുണയോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ വെറും പ്രാദേശികമായിട്ട് ആ പഞ്ചായത്തിൽ ഒതുങ്ങുന്നതല്ല. പകരം പാർട്ടിയുടെ ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ ഒത്താശയോടുകൂടിയാണ് ഇവിടെ BJP പിന്തുണയോടുകൂടി ഒരാളെ കൊണ്ടുവരാൻ പോകുന്നത്. നേരത്തെ നിങ്ങൾ കണക്ക് പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ അരുണാചൽ പ്രദേശിൽ സംഭവിച്ചതുപോലെയല്ലേ? ഒരു MLA പോലും ഇല്ലാത്ത പുതുച്ചേരിയിൽ സംഭവിച്ചതുപോലെയല്ലേ? കേവലം 4 അംഗങ്ങൾ മാത്രമുള്ള മറ്റൊരു പഞ്ചായത്തിൽ BJPക്ക് പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള ശേഷി കൊടുത്തതാരാ? ആ BJPക്ക് അവിടെ വിസിബിലിറ്റി കൊടുത്തതാരാ? നിശ്ചയമായും അതാ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാവിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ്. കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലും കഴിയുന്നില്ല. അവിടെയാണ് കുമരകത്തു നിന്നുള്ള വാർത്ത കൂടി വരുന്നത്. അപ്പോൾ മറ്റത്തൂർ മുതൽ കുമരകം വരെ നമുക്കിങ്ങനെ ഒരു കേരള മോഡൽ വരുന്നു എന്നുള്ളത് ഒരു ഭയപ്പാടോട് കൂടിയാണ് ഞാൻ കാണുന്നത്. അത് ഏതു കാര്യത്തിന്റെ പുറത്ത് നമ്മൾ നിഷേധിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യ ഒന്നാകെ കാണുന്ന ഒരു രാഷ്ട്രീയ പരിണാമത്തിന്റെ വഴി എന്ന് പറയുന്നത് വളരെ എളുപ്പം കോൺഗ്രസിൽ നിന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും BJP ആയി മാറുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പ്രത്യയശാസ്ത്രപരമായ ഒരു തടസ്സവും അവർ നേരിടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാവ് RSSനെ കുറിച്ച് പറഞ്ഞ വാചകം
വാചകം എന്താ? ഏത് ദൃശ്യം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്? LK അദ്വാനിയുടെ ഒപ്പം തറയിലിരിക്കുന്ന മോദിയെക്കുറിച്ച് ദിഗ്വിജയ് സിംഗ് പറഞ്ഞ വാചകം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു രാത്രിയുടെ ദൂരം മാത്രം മതി ഒരു കോൺഗ്രസ് നേതാവിന് RSSലേക്കും BJPയിലേക്കും പരിവർത്തനം ചെയ്യപ്പെടാൻ. ആ വാക്കിങ്ങനെയാണ് ദിഗ്വിജയ് സിംഗിന്റെ. എന്റെ എത്ര ഹൃദയഹാരിയായ ചിത്രം. RSSന്റെ താഴെത്തൊട്ടിലുള്ള ഒരു സ്വയം സേവകൻ വിശേഷിപ്പിക്കുന്നത് ആരെക്കുറിച്ചാ? സാക്ഷാൽ നരേന്ദ്രമോദിയെക്കുറിച്ച്. രാഹുൽ ഗാന്ധി രാവും പകലും വെളുപ്പാക്കി ഇന്ത്യയിലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഇടയ്ക്കുള്ള ഷോർട്ട് ടൂർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുകയാണ് ദിഗ്വിജയ് സിംഗ് എന്ന കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ. ശശി തരൂരിനേക്കാൾ ഒരുപക്ഷെ 2 പതിറ്റാണ്ട് രാഷ്ട്രീയ പാരമ്പര്യം കൂടുതലുള്ള ദിഗ്വിജയ് സിംഗ് പറയുന്നു, താഴെത്തട്ടിലുള്ള ഒരു സ്വയം സേവകൻ, ജനസംഘിന്റെ സാധാരണ പ്രവർത്തകൻ, നേതാക്കളുടെ കാൽച്ചുവട്ടിൽ തറയിലിരിക്കുന്നു. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായി. ഇതാണ് സംഘടനയുടെ ശക്തി. ഏത് സംഘടനയുടെ ശക്തി? അദ്ദേഹം പിന്നീട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ RSSന്റെ സംഘടനാ മികവിനെ കുറിച്ചാണ് പറഞ്ഞത്. RSSന്റെ സംഘടനാ മികവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ലെജിറ്റിമൈസ് ചെയ്യുന്നത് RSSന്റെ പ്രത്യയശാസ്ത്ര പദ്ധതി കൂടിയാണ്. അത് അങ്ങനെയാണ് സംഘടന പ്രവർത്തിക്കുന്നതെന്നേ. ആ സംഘടനയെക്കുറിച്ച്, ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സവർക്കറെ കുറിച്ച് എന്താണ്, LK അദ്വാനിയെ കുറിച്ച് എന്താണ് ശശി തരൂർ പറഞ്ഞത് നമ്മുടെ മുന്നിലില്ലേ? 1ഉം 2ഉം തവണയാണോ? 1 ഡസനിലേറെ തവണയല്ലേ BJP നേതാക്കളെ കുറിച്ച്, നരേന്ദ്രമോദിയെ കുറിച്ച്, ഈ സർക്കാരിനെ കുറിച്ച് ശശി തരൂർ പറഞ്ഞത്? ഒരു ഭാഗത്ത് ശശി തരൂർ നിൽക്കുന്നു, ഇന്ന് ശശി തരൂരിനോടൊപ്പം ഇരിക്കുന്ന ദിഗ്വിജയ് സിംഗിനും RSS എന്ന് പറയുന്നത് മികച്ച സംഘടനാ പാഠവമുള്ള ഒരു സംഘടനയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ഇത് എവിടെയാണ് ഇത് പോകുന്നത്? പറയുന്നത് തലമുതിർന്ന നേതാവ്. അപ്പോൾ ദിഗ്വിജയ് സിംഗും ശശി തരൂരും അങ്ങ് കേന്ദ്രത്തിൽ, ഇവിടെ TM ചന്ദ്രനും ഷാഫി കല്ലൂപ്പറമ്പനും ഈ ഇവിടെയുള്ള മറ്റത്തൂരിലുള്ള മണ്ഡലത്തിൽ, പഞ്ചായത്തിൽ, ഈ കുമരകത്തുള്ള പഞ്ചായത്തിൽ ഒക്കെ ഇവർക്ക് BJPയുമായി ബന്ധം കൂടുന്നതിന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല, ഒരു തരത്തിലുള്ള പശ്ചാത്താപവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ രാഷ്ട്രീയത്തെ അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ പെരുമ്പാവൂരിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. അവിടെ വലിയ പിന്തുണയൊന്നുമില്ല. അവിടെ ഒരു സംഭവം നടന്നു. എന്താണെന്നറിയാമോ? പെരുമ്പാവൂരിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ രാഹുകാലം കഴിഞ്ഞ് ഞാൻ അധികാരം ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് 45 മിനിറ്റ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ പുറത്തു നിർത്തി. എന്താ? കോൺഗ്രസിന്റെ ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ രാഹുകാലം നോക്കി ഞാൻ അധികാരത്തിലേക്ക് വരുമെന്ന് പറയുന്നതിന് ഒരു രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രപരമായ ബുദ്ധിമുട്ടും ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിന്റെ ഉള്ളിൽ തികട്ടി വരുന്ന ഒരു ബോധമുണ്ടല്ലോ. ആ ബോധം രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നത്, രാഷ്ട്രീയമായി ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ചേരാൻ കഴിയുന്ന ചേരി BJPയുടേതാണെന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഹനുമാൻ ചാലീസ ചൊല്ലുന്ന ഒരു നേതാവിനെ നിങ്ങൾക്ക് രാം മന്ദിർ പണിയാൻ പോകുമ്പോൾ വെള്ളി വിഗ്രഹങ്ങൾ കൊടുത്തുവിടാൻ, വെള്ളിക്കട്ട കൊടുത്തുവിട്ടിട്ടുണ്ട് ഞാൻ എന്ന് പറയുന്നതിൽ ഒരു ഉളുപ്പും തോന്നാത്ത നേതാവിന് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കാതിരുന്നതിൽ വലിയ ഹൃദയവേദനയുണ്ടെന്ന് പറയുന്ന നേതാക്കളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് ഈ BJP ബോധം തന്നെയാണ്, ഈ സംഘപരിവാർ ബോധം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് BJP എതിർക്കാൻ കഴിയുമെന്ന് കരുതരുത്. അതാണ് ബുൾഡോസർ രാജിന്റെ കാര്യത്തിൽ സിദ്ധരാമയ്യക്കും DK ശിവകുമാറിനും പറ്റുന്നത്. DK ശിവകുമാർ അഭിമാനം കൊണ്ട് പറയുന്നത് ഞാൻ കുട്ടിക്കാലത്ത് ഗണഗീതം പാടിയിരുന്ന ആളാണെന്ന് പറഞ്ഞ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ആ ഗണഗീതം പാടുക കൂടിയാണ് ചെയ്യുന്നത്, അതിന് വിസിബിലിറ്റി കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് നഖശിഖാന്തം എതിർത്തിരുന്ന ഗണഗീതത്തെ നിയമസഭയിൽ പാടുന്നതിനും അത് പാടുന്നതിൽ അഭിമാനം പൂണ്ടിരുന്ന ഒരാളാണെന്ന് താൻ പറയുകയും ചെയ്യുന്നു DK ശിവകുമാർ. അതേ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന, അതേ DK ശിവകുമാറിന് സിദ്ധരാമയ്യ തന്നെ ഭരിക്കുന്ന ബാംഗ്ലൂരിൽ ഈ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടിയിട്ട് കുടിയൊഴിപ്പിക്കുന്ന 180 പേരിൽ 156 പേരും മുസ്ലിങ്ങളായി പോകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള യാദൃച്ഛികതയാണോ? അതിലുള്ള 38 പേര് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, അതിൽ ഒരാൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെ എന്താണ് കോൺഗ്രസിന്റെ നയം? അപ്പോൾ നമ്മൾ എണ്ണം പറഞ്ഞാൽ മുതിർന്ന നേതാക്കൾ മാറുന്നത്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അധികാരം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ കൂട്ടത്തോടുകൂടി ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ആളുകൾ BJPയിലേക്ക് ചേക്കേറുന്നത്, ദിഗ്വിജയ് സിംഗും ശശി തരൂരും കമൽനാഥും അടക്കമുള്ള നേതാക്കളുടെ BJP അനുകൂല പ്രസ്താവനകൾ വരുന്നത്, ഒപ്പം തന്നെ കേരളത്തിൽ ഇതേപോലെ ഒരു പഞ്ചായത്തിലെ 8 അംഗങ്ങൾ പൂർണ്ണമായിട്ടും എന്നുവെച്ചാൽ അവിടുത്തെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ഇനി ഇല്ല. രാവിലെ നോക്കുമ്പോൾ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി, വൈകുന്നേരം ആകുമ്പോൾ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി പൂർണ്ണമായിട്ടും BJPയുടെ പിന്തുണയോടുകൂടി അവിടെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവർ ഭരിക്കുമെന്ന് പറയുന്നത്. ഇപ്പോഴും പശ്ചാത്താപമില്ല കേട്ടോ ആ കാര്യത്തിൽ. ഇപ്പോഴും ഞങ്ങൾ പൂർണ്ണ പിന്തുണ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ വിശ്വസിച്ച് വോട്ട് കൊടുത്ത വോട്ടർമാർ ആരായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് BJPയായി എളുപ്പം രാഷ്ട്രീയ രാസപരിണാമം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും CJP എന്നുള്ള പേരാർക്കാണെന്ന് അറിയാമോ? കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടിക്കാണ് ഇവർ ഇട്ടുകൊടുക്കുന്നത്. ആ ഉദാഹരണം അതും ഇപ്പോൾ നമ്മൾ ബദിയടുക്കയിലെ കാര്യം പറഞ്ഞല്ലോ. അവിടെ ഒരേ ഒരു അംഗം വിട്ടുനിന്നത് മൂലം UDFനും BJPക്കും അവസരം വന്നു. അവർ ടൈ ആണ് അവിടെ നിശ്ചയിച്ചത്. രണ്ടുപേർക്കും ഒരേ സ്ഥാനമാണ്. ആ വിട്ടുനിന്നത് BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യത്തിലല്ല, അവിടെ ടൈ ഇടാനുള്ള സാഹചര്യം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതാണ് നമ്മൾ വീണ്ടും എടുത്തു പറയുന്നത്. ഒരു പഞ്ചായത്ത് അപ്പാടെ ഒലിച്ചുപോയി, ഒരു പഞ്ചായത്തിലെ പാർട്ടി അപ്പാടെ ഒലിച്ച് BJP ക്യാമ്പിലേക്ക് പോയി. അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വന്തം പാളയത്തിലുള്ള ഈ സംഘപരിവാർ ആഭിമുഖ്യമുള്ള നേതാക്കളെയും സംഘപരിവാർ ആഭിമുഖ്യമുള്ള പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളെയും ഒക്കെ ഒന്ന് ഓർമ്മിക്കണമെന്നേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഒരു മനുഷ്യൻ മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് ഇവിടെ വോട്ട് ചോരിയുമായി BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തെ നിരന്തരം എതിർത്തുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ കേരളം മാത്രമല്ല പല സംസ്ഥാനങ്ങളിലെയും. അപ്പം ദിഗ്വിജയ് സിംഗിന് എന്താണ് ഇങ്ങനെ തോന്നാനുള്ള കാരണം? വളരെ എളുപ്പമല്ല. രാജ്യസഭ ടേം
അധികാരം അവസാനിക്കാൻ പോവാണ്. അധികാരം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ക്യാഷ് കൊടുത്തല്ല മറിക്കാൻ പോകുന്നത്. പകരം എന്താ, നിങ്ങൾക്കുള്ള അധികാര സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. അധികാരത്തിലേക്കുള്ള നിങ്ങളുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ആ വാഗ്ദാനങ്ങളിൽ പെട്ടുപോകാൻ പോകുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധി മാത്രമേ, രാഷ്ട്രീയമായിട്ടുള്ള ശേഷി മാത്രമേ കോൺഗ്രസിന് ഉള്ളതെങ്കിൽ, പണ്ടാരോ പറഞ്ഞതുപോലെ മികച്ച കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ, അവർ BJPയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. അപ്പോൾ BJPയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റായി കോൺഗ്രസിലെ നേതാക്കളോ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകമോ മാറുന്നത് വളരെ ഖേദകരമായ ഒരു സാഹചര്യമാണ്. അത് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് കേരള മോഡലിലുള്ള ഒരു ഓപ്പറേഷൻ ലോട്ടസ് ആണ് എന്ന് പറയാം. നേരിട്ട് പൈസയല്ല, പക്ഷേ അധികാരമാണ് പ്രശ്നം. എന്ത് വില കൊടുത്താലും LDFന്റെ പ്രസിഡന്റ് വരുന്നത് തടയണം. ഒന്ന് ആലോചിക്കൂ, അതിനകത്തെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താ അതിലെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്? എന്ത് വില കൊടുത്തും BJPയുടെ പിന്തുണയോട് കൂടി LDFന്റെ തൃപ്പൂണിത്തുറയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നത്? എന്തുകൊണ്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേണമെങ്കിൽ പുറത്താക്കാമായിരുന്നില്ലേ? അതിൽ CPM ആദ്യം CPM ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാം. സുരേഷ് ബാബുവിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, അത് ആലോചിച്ച് തീരുമാനിക്കണം എന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് സംസ്ഥാന തലത്തിൽ തീരുമാനം വരുന്നു. എറണാകുളത്താണെങ്കിൽ DCC പ്രസിഡന്റ് കട്ടായം പറയുന്നു, ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇല്ല, ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും ഇല്ല എന്ന് പറയുന്നു. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും BJP അധികാരത്തിൽ വന്നില്ലേ? ഈ രണ്ട് പ്രധാനപ്പെട്ട നഗരസഭകളിൽ ഇല്ലെങ്കിലും നോക്കൂ, കേരളത്തിൽ BJPക്ക് ഒരൊറ്റ നഗരസഭ പോലും കിട്ടില്ല. ഈ രണ്ട് പാർട്ടികളും ഒരുമിച്ചെങ്കിൽ 12ത്തെ ഭരണം അവസാനിപ്പിച്ച് അവർ അധികാരത്തിൽ വന്നത് LDF അല്ലേ? എന്നിട്ടും വിളിപ്പേര് CJP എന്നുള്ള വിളിപ്പേരാണ് LDFന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ വസ്തുതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റത്തൂരിൽ സംഭവിച്ചത്, കുമരകത്ത് സംഭവിച്ചതൊക്കെ അരുണാചൽ പ്രദേശിന്റെയും ഗോവയുടെയും കർണാടകയുടെയും പുതുച്ചേരിയുടെയും ഒക്കെ ഒരു കേരള മോഡലാണ് എന്നുള്ളത് തന്നെയാണ് എന്റെയും ഈ വിഷയത്തിലെ ടേക്ക്. ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോടെ, ഇപ്പോഴും ഈ തണുപ്പത്തും കർണാടകയിൽ എലഹങ്കയിൽ ആ കുടുംബാംഗങ്ങൾ അവിടെ പുറത്ത് കഴിയുകയാണ്. ടാർപോളിൻ പോലും മേടിച്ചു കൊടുത്തില്ല. ടാർപോളും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, പുതപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആ തണുപ്പിൽ അതിൽ നോക്കൂ, 68 69 കുട്ടികളുണ്ട്, ആ ഗർഭിണികളുണ്ട്. ഇതാണോ അവിടെ തണുപ്പത്ര ന്യൂനപക്ഷ സൗഹൃദം അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്നേഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.